നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഭൂരൂപങ്ങളെ പറ്റിയാണ്. അതിൽ തന്നെ നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ പറ്റിയാണ് പ്രധാനമായും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖല നമുക്ക് നന്നായിട്ടൊന്ന് പഠിക്കാം. എന്താണ് ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുതോ സാമാന്യം വലിപ്പമുള്ളതോ ആയ ഭൗമോപരിതല പ്രദേശമാണ് ഭൂരൂപങ്ങൾ. എന്താണ് ഭൂരൂപങ്ങൾ? ചെറുതായിരിക്കാം, അല്ലെങ്കിൽ സാമാന്യം എന്താണ് വലിപ്പമുള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള ഭൗമോപരിതലത്തിലുള്ള പ്രത്യേക രൂപങ്ങളാണ് ഭൂരൂപങ്ങൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്. അപക്ഷയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഭൂരൂപങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത്. ഭൂരൂപങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അപക്ഷയ പ്രവർത്തനങ്ങൾ മൂലമാണ്. എന്തൊക്കെ അപക്ഷയ പ്രവർത്തനങ്ങൾ കാരണമാണ് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നദികൾ, ഭൂഗർഭജലം, കാറ്റ്, ഹിമാനികൾ, തിരമാല. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ സുഹൃത്തുക്കൾ ഓർക്കുക. നദികൾ, ഭൂഗർഭജലം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ, ചിലപ്പോൾ നമുക്ക് തെറ്റും. നദികൾ, ഭൂഗർഭജലം, കാറ്റ്, ഹിമാനികൾ, തിരമാല, ഇത്രയും മൂലമാണ് പ്രധാനമായിട്ടും ഭൂമിയില് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഓർക്കുക, ഇതിൽ പ്രധാനമായും ഭൂരൂപങ്ങൾ നിർമ്മിക്കുന്നതിന് കാരണക്കാരനാരെന്ന് ചോദിച്ചാൽ ആ നദിയാണ്. നദികൾ മൂലമുള്ള അപരദന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിരവധി അനുബന്ധ ഭൂരൂപങ്ങൾ ചേർന്ന് ഒരു പ്രദേശം തന്നെ എന്ത് ചെയ്യുന്നു? രൂപം കൊള്ളുന്നു. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഭൂരൂപം എന്ന് പറഞ്ഞു. ചെറുതോ സാമാന്യം വലുതോ ആയിട്ടുള്ള ഭൗമോപരിതലത്തിലെ പ്രദേശമാണ് ഭൂരൂപങ്ങൾ. ഇങ്ങനെ ഒരു കൂട്ടം ഭൂരൂപങ്ങൾ ചേർന്ന് വെക്കുമ്പോൾ എന്താവും? അതൊരു ഭൂപ്രദേശമായിട്ട് തന്നെ എന്ത് ചെയ്യും? മാറ്റപ്പെടും. ഇതൊന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. പ്രദേശത്തിനും നിയതമായ ആകൃതി, വലിപ്പം, ശിലാപദാർത്ഥങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ഓർക്കുക, ഇത്തരം പ്രദേശങ്ങൾക്ക് എന്ത് പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭൂരൂപ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവയ്ക്ക് എന്തൊക്കെയുണ്ട്? കൃത്യമായ, അതാണ് നിയതമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ആകൃതി ഉണ്ടായിരിക്കും. അവയ്ക്ക് എന്താണ്? കൃത്യമായ ഒരു വലിപ്പം ഉണ്ടായിരിക്കും. അവയിൽ എന്താണ്? ശിലാപദാർത്ഥങ്ങളിലായിരിക്കും അവ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറയാൻ ഓർത്തോളണേ. അവയ്ക്ക് കൃത്യമായ ഒരു ആകൃതി കാണും, വലിപ്പം കാണും, അതുപോലെ ശിലാപദാർത്ഥങ്ങളാലായിരിക്കും അവ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പോയിന്റ് ഓക്കെയാണ്. പ്രവർത്തന വേഗം കുറവായത് കൊണ്ട് തന്നെ ഭൂരൂപങ്ങൾ ഓരോന്നും രൂപപ്പെടുന്നത് സാവധാനമായിരിക്കും. ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്. കാലാവസ്ഥാ മാറ്റം ഭൂരൂപത്തിന്റെ ലംബ തിരശ്ചീന ചലനങ്ങളും ഭൂരൂപങ്ങളുടെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ എല്ലാവരും പഠിച്ചോളണേ. കാലാവസ്ഥാ മാറ്റം ഭൂപ്രദേശത്തിന്റെ ലംബം അല്ലെങ്കിൽ തിരശ്ചീനമായിട്ടുള്ള ചലനങ്ങളും ഭൂരൂപങ്ങളുടെ രൂപീകരണത്തെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഭൂരൂപ നിർമ്മാണത്തെ കുറിച്ചുള്ള പഠനം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മറക്കരുത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ജിയോമോർഫോളജി, മറന്നുപോയത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജിയോമോർഫോളജി. അപ്പൊ എന്താണ് ജിയോമോർഫോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂരൂപങ്ങളെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ ഇതിനെ മലയാളത്തിൽ നമുക്ക് പറയാം രൂപീകരണ ശാസ്ത്രം. ഭൂരൂപങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. ഇത് ഭൂരൂപങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തതാണ് അപരദന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. രണ്ടാമത്തതാണ് നിക്ഷേപ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. അവ എന്താണെന്ന് നമുക്ക് പറയാം. അപരദന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് താഴ്വരകൾ, കുഴികൾ, നദി, ടെറസുകൾ. മറന്നുപോയവർ എന്തൊക്കെയാണ്? അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്നതിന് ഉദാഹരണം ചോദിച്ചാൽ താഴ്വരകൾ, കുഴികൾ, അതുപോലെ എന്താണ്? നദീ ടെറസുകൾ. നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഡെൽറ്റകൾ, അലുവിയൽ, അതുപോലെ തന്നെയാണ് ഫെൻസും കോൺസും. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫെൻസും കോൺസും അതുപോലെ ലെവുകൾ, ഇതെല്ലാം നമുക്ക് എന്തെന്നുള്ളത് പറയാം.
അപ്പോ ഡെൽറ്റകള്, അലൂവിയല്, ഫെൻസ് ആൻഡ് കോൺസ്, അതുപോലെ തന്നെ എന്താണ് ലഘുകൾ, ഇവയെല്ലാം നിക്ഷേപഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ്. ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. ഇനിയുള്ള മറ്റു ഘടകങ്ങൾ എന്തെന്ന് ചോദിച്ചാലാണ്, ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മടക്കുകൾ, സന്ധികൾ, പൊട്ടലുകൾ, ഭ്രംശങ്ങൾ, കാഠിന്യം, മാർദ്ദവം. ഇതിനകത്ത് ഈ കാഠിന്യവും മാർദ്ദവവും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോളണം. ചില എക്സാമുകളിലൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സുഹൃത്തുക്കളാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ മടക്കുകൾ, സന്ധികൾ, പൊട്ടലുകൾ, ഭ്രംശങ്ങൾ, കാഠിന്യം, മാർദ്ദവം. അതുപോലെ തന്നെയാണ് ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിനെ തടയുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടേ, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കടൽ നിരപ്പിന്റെ സ്ഥിരത മറക്കരുത്. എന്താണ് കടൽ നിരപ്പിന്റെ സ്ഥിരത? ഭൂപ്രദേശങ്ങളുടെ ടെക്ടോണിക് സ്ഥിരത. എന്താണ് ഭൂപ്രദേശങ്ങളുടെ ടെക്ടോണിക് സ്ഥിരത? ഇത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചോളണേ. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മറന്നു പോകരുത്, കാലാവസ്ഥ. ആരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്? കാലാവസ്ഥ, മറക്കരുത്. അടുത്തതായാണ് നമ്മൾ നദികളിലേക്ക് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ സുഹൃത്തുക്കളെ? ഭൂരൂപങ്ങളുടെ നിർമ്മാണത്തിൽ ഭൂരിഭാഗവും പങ്കുവഹിക്കുന്നത് ആരാണ്? നദികൾ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഭൂരൂപീകരണ സഹായി എന്നറിയപ്പെടുന്നത് നദികളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ ഭൂരൂപങ്ങൾ നിർമ്മിക്കുന്നതിന് കാരണക്കാരാരെന്ന് ചോദിച്ചാൽ ആരാടെ? നദികളാണ്. കനത്ത മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥാ മേഖലയിൽ എങ്ങനെയാണ്? കനത്ത മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥാ മേഖലകളിൽ ഭൗമ ഉപരിതലത്തിലെ ഭൂരൂപങ്ങൾക്ക് തേയ്മാനത്തിലൂടെ ഉയരക്കുറവ് സംഭവിക്കുന്നു. ഇതൊന്ന് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒഴുകുന്ന ജലത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട്, മേലൊഴുക്കും അതുപോലെ തന്നെയാണ് അടിയൊഴുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് അല്ലെ. ഒരു നദിക്ക് മേലൊഴുക്കുമുണ്ട്, അതുപോലെ എന്താണ് അടിയൊഴുക്കുമുണ്ട് അല്ലെ. അതിനോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ സുഹൃത്തുക്കൾ എല്ലാവരും ആലോചിച്ച് വെച്ചേക്കുക, അതാണ് കർഷണ ബലം. എന്താണ് കർഷണ ബലം? ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ പോയിന്റും ഈ കർഷണ ബലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് കർഷണ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓർത്ത് വെച്ചേക്കുക, ഒരു വസ്തുവിന്മേൽ മറ്റൊരു വസ്തു തെന്നി നീങ്ങുകയോ ഉരുണ്ടു നീങ്ങുകയോ ചെയ്യുമ്പോൾ വസ്തുക്കളുടെ സർഫസിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ ഫോഴ്സിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കർഷണ ബലം എന്ന പേര് അറിയപ്പെടുന്നത്. ഇവിടെ ഇത്രയും മാത്രം ഓർത്തു വെച്ചിരുന്ന സുഹൃത്തുക്കള്, കർഷണ ബലം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു തെന്നി നീങ്ങുകയോ ഉരുണ്ടു നീങ്ങുകയോ ചെയ്യുമ്പോൾ അവയുടെ സർഫസുകൾക്കിടയില് ഉണ്ടാകുന്ന ബലം. ഈ ബലം കാരണം തേയ്മാനം ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കുക. കുത്തനെയുള്ള ചെരുവുകളിൽ കൂടി ഒഴുകുന്ന നദികൾ കൂടുതൽ നദീജന്യ അപരദന ഭൂരൂപങ്ങളുടെ നിർമ്മാണത്തിന് കാരണമാകുന്നു. സുഹൃത്തുക്കൾ പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. കുത്തനെയുള്ള ചെരുവുകൾ കൂടി ഒഴുകുന്ന നദികൾ കൂടുതൽ നദീജന്യ അപരദന ഭൂരൂപങ്ങളുടെ നിർമ്മാണത്തിന് കാരണമാകും. ചരിവ് കുറയുന്നതിനനുസരിച്ച് ഭൂരൂപങ്ങളുടെ നിർമ്മാണവും കുറയുന്നു. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചരിവ് കുറയുന്നതിനനുസരിച്ച് ഭൂരൂപങ്ങളുടെ നിർമ്മാണം എന്ത് ചെയ്യും? കുറയും. നദികളുടെ ചെരിവ് കുറയും തോറും നിക്ഷേപം പക്ഷെ എന്ത് ചെയ്യും? കൂടും. ഇമ്പോർട്ടന്റ് പോയിന്റ്, അതും പഠിക്കുക. നദികളുടെ ചെരിവ് കുറയുന്നതിന് തോറും എന്ത് ചെയ്യും? നിക്ഷേപത്തിന്റെ അളവ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. നിരന്തര അപരദന പ്രക്രിയ നദിയുടെ അടിത്തട്ടിന്റെ ചെരിവ് കുറയ്ക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. നിരന്തര അപരദന പ്രക്രിയ നദിയുടെ അടിത്തട്ടിന്റെ ചരിവ് എന്ത് ചെയ്യും? കുറയ്ക്കും. അടിത്തട്ടിലെ അപരദന നിരക്ക് കുറയുന്നതിനനുസരിച്ച് വശങ്ങളിലെ അപരദന നിരക്ക് വർദ്ധിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് പാർശ്വ അപരദനം. മറന്നു പോകരുത്. ഇതിലൂടെ ക്രമേണ താഴ്വരകളും കുന്നുകളും സമതലങ്ങളും രൂപാന്തരപ്പെടുന്നു. ഇതുമൂലം പ്രധാനമായിട്ടും രൂപീകരിക്കുന്ന എന്തൊക്കെയാണ്? താഴ്വരകൾ, കുന്നുകൾ, സമതലങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു? കാലക്രമേണ രൂപപ്പെടുന്നു. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഉപരിതലത്തിലൂടെ മേലൊഴുക്ക് പാളിക അപരദനത്തിന് കാരണമാകുന്നു. ഇടുങ്ങിയ വിസ്തൃതമായ പാതയിലൂടെ ഇടുങ്ങിയ അല്ലെങ്കിൽ എന്താണ് വിസ്തൃതമായ പാതയിലൂടെ നദി ഒഴുകുമ്പോൾ ജലത്തിന്റെ കനത്ത ഘർഷണം മൂലം റീലുകൾ രൂപപ്പെടുന്നു. എന്തുമൂലം? ഘർഷണം മൂലം എന്ത് രൂപപ്പെടുന്നതേ? റീലുകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ആ റീലുകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. റീലുകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി സുഹൃത്തുക്കളെ. ഒന്നുകൂടെ പറയാം. ഇടുങ്ങിയ വിസ്തൃതമായ പാതയിലൂടെ നദി ഒഴുകുമ്പോൾ ജലത്തിന്റെ കനത്ത കർഷണ ബലം മൂലം റീലുകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ഇവ സാവധാനം നീളവും വിസ്താരവുമേറിയ ഗള്ളികളായി മാറുന്നു. ഓർത്തു വെച്ചേക്കുക, ഇവ
സാവധാനം നീളവും വിസ്താരവുമേറിയ ഗള്ളികളായി മാറുന്നു. ഒന്നിൽ കൂടുതൽ ഗള്ളികൾ ചേർന്ന് താഴ്വരകൾ രൂപപ്പെടുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് സുഹൃത്തുക്കൾ ആലോചിച്ച് വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. താഴ്വരകളുടെ രൂപീകരണത്തിന് നദികൾ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും താഴ്വരകളുടെ രൂപീകരണത്തിന് ആര് സ്വാധീനിക്കുന്നുണ്ടേ? നദികൾ സ്വാധീനിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സുഹൃത്തുക്കൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. പ്രധാനമായും ഒരു നദിയുടെ രൂപീകരണം മുതൽ പതനം വരെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഇവയിൽ നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് മൊത്തം ഈ മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഒന്നാമത്തതാണ് യുവത്വഘട്ടം അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടം എന്നൊക്കെ പറയും. രണ്ടാമത്തതാണ് മധ്യഘട്ടം. മൂന്നാമത്തതാണ് വാർദ്ധക്യഘട്ടം. അപ്പൊ എന്തൊക്കെയാണ്? യുവത്വഘട്ടം, മധ്യഘട്ടം, വാർദ്ധക്യഘട്ടം എന്നിങ്ങനെ 3ആയിട്ട് ഒരു നദിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ കഴിയും. ഓർക്കുക. ആദ്യമായി നമ്മൾ പോകുന്നത് യുവത്വഘട്ടത്തിലേക്കാണ്. നദിയുടെ വേഗത ഏറ്റവും കൂടിയ ഘട്ടം യുവത്വഘട്ടത്തിലായിരിക്കും. ഒരു നദിക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ വേഗത ലഭിക്കുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് മറക്കരുത്. മലയോര പ്രദേശങ്ങളിലെ നദികളുടെ ഉറവിടത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് യുവത്വഘട്ടം. എങ്ങനെയാണ്? മലയോര മേഖലയിലെ പ്രദേശങ്ങളിലെ നദികളുടെ ഉറവിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉറവയിൽ നിന്നും എന്താണ് ആരംഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? യുവത്വഘട്ടം എന്ന് പറയുന്നത്. നദികളുടെ വേഗതയും മണ്ണൊലിപ്പ് ശക്തിയും പരമാവധി വേഗം കൈവരിക്കുന്നത് ഈ ഘട്ടത്തിൽ വെച്ചാണ്. നദികളുടെ വേഗതയും മണ്ണൊലിപ്പും എന്തായിരിക്കും? വളരെ ശക്തമായിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. സ്ട്രീമുകൾ വളരെ കുറവായി കാണപ്പെടുന്നു. പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്ട്രീമുകൾ വളരെ കുറവായി കാണപ്പെടുന്നു യുവത്വഘട്ടത്തിൽ. വി ആകൃതിയിലുള്ള താഴ്വരകൾ രൂപീകരിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചു കഴിഞ്ഞേ ഉള്ളൂ. വി ആകൃതിയിലുള്ള താഴ്വരകൾ എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നദി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നദിയുടെ എന്താണ് ഉത്ഭവ സ്ഥാനവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. അതൊരു മലയോര മേഖല അല്ലെങ്കിൽ ചെങ്കുത്തായ ഒരു മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് കരുതുക. നദി ആദ്യമായി ഉത്ഭവിച്ചു വരുന്ന യുവത്വഘട്ടത്തിന്റെ ഭാഗമാണേ പറയുന്നത്. സുഹൃത്തുക്കൾ ഓർക്കുക. യുവത്വഘട്ട സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടേ. സുഹൃത്തുക്കൾ ഓർത്തു വെച്ചോളണം. യുവത്വഘട്ട സമയത്ത് നദിയുടെ മേൽഘട്ടത്തില് അല്ലെങ്കിൽ നദിയുടെ മേൽപ്പാളിയില് അപരദന പ്രക്രിയ വളരെ കുറവായിരിക്കും. കാരണം അവിടെ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർഷണ ബലം വളരെ കുറവായിരിക്കും. എന്നാൽ നദിയുടെ അടിയിലേക്ക് പോകും തോറും അടിയൊഴുക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നദിയുടെ മേലൊഴുക്കിന് എന്തായിരിക്കും? കർഷണ ബലം വളരെ കുറവായിരിക്കും. കാരണം മേലൊഴുക്കിന് വളരെ ശക്തി കുറവായിരിക്കും. യുവത്വ നദി അല്ലെങ്കിൽ നദി ഒഴുകുന്ന സമയത്ത്, ഒഴുകി വരുന്ന സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് എന്താണ്? നദിക്ക് വേഗത വളരെ കൂടുതലാണെങ്കിലും അതിന്റെ യുവത്വഘട്ടമായതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും പുറംപാളി, ഏറ്റവും പുറത്തൂടെ ഒഴുകുന്ന നദിയുടെ എന്താണ്? ലെയറിന് എന്താണ്? വേഗത അല്ലെങ്കിൽ ഈ പറയുന്ന കർഷണ ബലം എന്താണ്? വളരെ കുറവായിരിക്കും. എങ്ങനെയാണ്? കർഷണ ബലം എന്താണ്? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു അപരദന പ്രവർത്തനം കൃത്യമായി അവിടെ നടക്കില്ല. അല്ലെങ്കിൽ ആ മലയിടുക്കിൽ നിന്നും മണ്ണിനെ അധികം ഈ മേലൊഴുക്ക് എന്ത് ചെയ്യത്തില്ല? വലിച്ചെടുത്തോണ്ട് വരൂല. ഇത് മാത്രം നിങ്ങൾ ഓർക്കുക. എന്നാൽ നദിയുടെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആരുണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന അടിയൊഴുക്ക് അവിടെ ഇല്ലേടെ. ഒരു നദിക്ക് 2 എണ്ണം ഉണ്ട്, മേലൊഴുക്കുണ്ട് അടിയൊഴുക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നദിയുടെ താഴ്ഭാഗത്ത് അങ്ങനെയല്ല. അടിയൊഴുക്ക് എന്തായിരിക്കും? ശക്തമായിരിക്കും. അപ്പൊ ആലോചിക്കുക. അടിയൊഴുക്ക് എന്തായിരിക്കും? വളരെ ശക്തമായിരിക്കും. ശക്തമായ അടിയൊഴുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നദിയുടെ അടിത്തട്ടിൽ കാണപ്പെടുന്ന മണ്ണും ചെളിയും ചെറുപാറ കഷ്ണങ്ങളെയും എല്ലാം നദി വളരെ ശക്തമായി വലിച്ചെടുത്തുകൊണ്ട് താഴോട്ട് ഒഴുകും. സ്വാഭാവികമായിട്ടും നദി എന്താണ്? ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് ആ പ്രദേശത്തുള്ള പാറക്കെട്ടുകൾ എന്ത് രൂപത്തിലേക്ക് മാറും? ഒരു വി രൂപത്തിലേക്ക് മാറും. അതായത് ഇതിന്റെ അടിത്തട്ട് ഇങ്ങനെ താഴ്ന്നു കുഴിഞ്ഞു പോകും. അടിത്തട്ട് പോകുന്ന അത്രയും വേഗത്തിൽ എവിടെ പോകത്തില്ല? അതിന്റെ ഇരുവശങ്ങളിലും എന്താണ്? പോകാൻ കഴിയില്ല. കാരണം മേലൊഴുക്കിന് എന്ത് കുറവാണ്? കർഷണ ബലം കുറവാണ്. അതുകൊണ്ട് അപരദന പ്രവർത്തനം എന്തായിരിക്കും? കുറവായിരിക്കും. കർഷണം കൂടിയാൽ അപരദന പ്രവർത്തനം കൂടും. കർഷണം കുറഞ്ഞാൽ അപരദന പ്രവർത്തനം എന്ത് ചെയ്യും? കുറയും. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോ
അടിഭാഗത്തോട്ട് തോറും അപരദന പ്രക്രിയ കൂടും, അല്ലെങ്കിൽ കർഷണം കൂടുന്നത് കൊണ്ട് തന്നെ അപരദന പ്രക്രിയ അതിന്റെ മാക്സിമം ലെവലിലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, അടിത്തട്ട് കുഴിഞ്ഞു താഴേക്ക് പോകും. അടിത്തട്ട് എങ്ങനെയാണ്, കുഴിഞ്ഞു താഴേക്ക് പോവുകയും എന്നാൽ ഈ സൈഡ് വാരങ്ങൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, നിലനിൽക്കും. വളരെ കുറച്ച് മാത്രമേ അപരദന പ്രക്രിയ നടക്കുള്ളൂ. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്, വീരൂപ താഴ്വരകൾ രൂപപ്പെടുന്നത്. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. വെള്ളച്ചാട്ടങ്ങൾ, റാപ്പിഡുകൾ, മലയിടുക്കുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നത് യുവത്വഘട്ടത്തിലാണ്. വെള്ളച്ചാട്ടം പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചോളണേ, വെള്ളച്ചാട്ടം പ്രീവിയസ് ക്വസ്റ്റ്യൻ. റാപ്പിഡുകൾ എന്താന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇത്രയും മാത്രം ഇപ്പൊ ഓർക്കുക, വെള്ളച്ചാട്ടങ്ങൾ, റാപ്പിഡുകൾ, മലയിടുക്കുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നത് യുവത്വഘട്ടം, നദിയുടെ യുവത്വഘട്ട സമയത്താണ്. വീരൂപ താഴ്വരകളോടുകൂടി ഒഴുകുന്നതായതുകൊണ്ട് തന്നെ പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കടേ. ഒരു വി ആകൃതിയിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ നദി ഒഴുകുന്ന ഭൂപ്രദേശം ഇരിക്കുന്നത്. കനാലിനകത്ത് വെള്ളം എങ്ങനെ കെട്ടിക്കിടക്കുന്നോ അതുപോലെയാണ് എവിടെ കിടക്കുന്നത്, ഈ വീരൂപ താഴ്വരയ്ക്കുള്ളില് നദി കിടക്കുന്നത്. അതുകൊണ്ട് നദിയിൽ എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും അത് എന്ത് സംഭവിക്കൂല, അതിന്റെ ചുറ്റുമുള്ള ഭൂപ്രദേശത്തേക്ക് എന്ത് ചെയ്യത്തില്ല, കടക്കത്തില്ല. ആ ഒരു വി ഷേപ്പിനുള്ളിൽ തന്നെ നദി എന്ത് ചെയ്യും, കിടക്കും. അതുകൊണ്ട് തന്നെ വീരൂപ താഴ്വരകളോടുകൂടി നദി ഒഴുകുന്നത് കൊണ്ട് തന്നെ പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ്, PSC സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും, നദിയുടെ ഏതു ഘട്ടത്തിലാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകാത്തത്? ഉത്തരം എന്താണ്, യുവത്വഘട്ടത്തിലാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ വീരൂപ താഴ്വരകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ യുവത്വഘട്ട നദികൾക്ക് എന്തുണ്ടാക്കാൻ കഴിവില്ലടേ, അവന് പ്രളയ സമതലങ്ങൾ രൂപീകരിക്കാനുള്ള കഴിവില്ല. നന്നായിട്ട് പഠിച്ചോളുക. വിശാലവും നിരന്നതുമായ അരുവികൾ രൂപപ്പെടുന്ന ഘട്ടം മിയാണ്ടറുകൾ ഉയർന്ന ഭാഗത്ത് കാണപ്പെടുന്നു. എന്താണ് മിയാണ്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടെ, സിമ്പിൾ ആണ്. ഒരു നദി ഒഴുകി വരുന്നു എന്ന് കരുതുക. ഒരു നദി ഒഴുകി വന്നിട്ട് പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുന്നു, ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം നദി എന്ത് ചെയ്യും, വളഞ്ഞു പുളഞ്ഞ് എന്ത് ചെയ്യും, ഒഴുകും. ഈ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ആ ഒരു വളഞ്ഞു പുളഞ്ഞൊഴുകാനുള്ള നദിയുടെ കഴിവിനെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഭൂരൂപം അറിയപ്പെടുന്ന പേരാണ് മിയാണ്ടറുകൾ. ഇനി ഓർത്തു വെച്ചേക്കുക. കാഠിന്യമേറിയ ശിലകൾ അനാവരണം ചെയ്യപ്പെടുന്ന നദിയുടെ ഘട്ടം. കാഠിന്യമേറിയ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നദി എന്താണ്, ഒരു പാറക്കെട്ടിന് മുകളിലൂടെ ഒഴുകുകയാണ് എന്ന് കരുതുക. അപ്പൊ പാറക്കെട്ടിന്റെ മുകളിൽ എന്ത് രീതിയിലുള്ള കാണും, മൃദുവായിട്ടുള്ള ശിലകളും കാണും, കാഠിന്യമേറിയ ശിലകളും കാണും. എപ്പോഴും ഒരു പാറക്കെട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാറയാൽ നിർമ്മിതമായ ഒരു ഭൂപ്രദേശം ഉണ്ടെങ്കിൽ അതിന്റെ മുകൾ ഭാഗം എപ്പോഴും ആരായിരിക്കും, ഇവിടെ മൃദുശിലകളാൽ നിർമ്മിതമായിരിക്കും. ഓർത്തു വെച്ചേക്കുക, മൃദുശിലകളായിട്ട് എന്താണ്, നിർമ്മിതമായിരിക്കും. എന്നാൽ താഴ്ഭാഗത്തേക്ക് പോകും തോറും എന്താണ്, ശിലയുടെ കാഠിന്യം എന്ത് ചെയ്യും, കൂടി വരും. അതിന് കുറെ ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്, അന്നും നമ്മൾക്ക് ഇവിടെ നോക്കണ്ട. അപ്പൊ നദി ഒഴുകി ഒരു ശിലയിലൂടെ പോവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ശിലാനിർമ്മിതമായ ഭൂരൂപത്തിലൂടെ നദി ഒഴുകി പോവുകയാണെന്ന് കരുതുക. ഈ നദിക്ക് എന്ത് സംഭവിക്കൂടെ, ഈ നദിക്ക് ഓൾറെഡി അവൻ എന്തുണ്ട്, നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കർഷണ ബലം ഉണ്ട് എന്ന് പറയുന്നു. കർഷണ ബലം ഉള്ളത് കൊണ്ട് തന്നെ നദി അപരദന പ്രക്രിയ നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്, നദിക്കുണ്ട്. ഇങ്ങനെ അപരദന പ്രക്രിയ നടത്തുന്നതോടുകൂടി ഇതിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള പുറംപാളി ഉണ്ടല്ലോ, ഏതിന്റെയാണ്, ശിലയുടെ. ആ പുറംപാളി ആരെങ്ങ് കൊണ്ടുപോകും, നദി എങ്ങ് കൊണ്ടുപോകും. എന്നാൽ താഴേക്ക് പോകും തോറും എന്താണ്, കാഠിന്യം എന്ത് ചെയ്യും, കൂടിക്കൂടി വരും ശിലയുടെ. ഇങ്ങനെ ശിലയുടെ കാഠിന്യം കൂടുന്നത് കൊണ്ട് തന്നെ നദിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അവിടെ നിന്ന് കാഠിന്യമേറിയ ശിലയെ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കാഠിന്യമേറിയ ശിലകൾ അനാവരണം ചെയ്യപ്പെടുന്നു. അതായത് മൃദുശിലകൾ എന്താണ്, എല്ലാം ഒഴുകിപ്പോയതിനു ശേഷം പിന്നെ ഉള്ള ശിലകളെല്ലാം എന്തായിരിക്കും, അതികഠിനമായിട്ടുള്ള ശിലകളായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. വെള്ളച്ചാട്ടങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന നദീഘട്ടം എന്ന് ചോദിച്ചാൽ യുവത്വഘട്ടമാണ്, മറന്നു പോകരുത്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് മലയിടുക്കുകൾ. പ്രധാനമായിട്ടും യുവത്വഘട്ട നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പറയുന്നതാണ് മലയിടുക്കുകൾ, അല്ലെങ്കിൽ കാനിയൻസ് എന്ന് പറയും. എന്താണ് കാനിയൻസ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ഗ്രാൻഡ് കാനിയൻ, USA ഗ്രാൻഡ് കാനിയൻ, കൊളറാഡോ നദി ഉണ്ടാക്കുന്ന ഗ്രാൻഡ് കാനിയനെ പറ്റി നമുക്കറിയാം. അപ്പോ മലയിടുക്ക് അല്ലെങ്കിൽ എന്താണ്, ഗ്രാൻഡ് കാനിയൻസിന്റെ നിർമ്മാണത്തിന് ആര് കാരണമാകുന്നു, നദി കാരണമാകുന്നു. രണ്ടാമതായിട്ട് ഒരു നദി മൂലം ഉണ്ടാകുന്ന അപരദന പ്രക്രിയയാണ് കുഴികളുടെ രൂപീകരണം. എങ്ങനെയാണ് കുഴികൾ രൂപീകരിക്കുന്നത്? നമ്മൾ ചിത്രത്തിലോട്ട് നോക്കി എങ്ങനെയാണ് കുഴികൾ രൂപീകരിക്കുന്നതെന്ന്. അതായത് ഒരു നദി എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു, ഒഴുകി വരുന്നു. നദി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ കൃത്യമായിട്ട് കാണാം അല്ലെ, നദി ഇങ്ങനെ എന്താണ്, ഫ്രണ്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിനകത്ത് ആദ്യം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല് നദിയുടെ ഒഴുകുന്നതിനിടയ്ക്കുള്ള ശില, അതായത് നദിയുടെ ഏറ്റവും അടിഭാഗത്ത് കാണപ്പെടുന്ന ശിലകളില് ആദ്യമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ പുറംപാളിയായിട്ടുള്ള മൃദുശില എന്ത് ചെയ്യും, ഒഴുകി അങ്ങ് പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൃദുശില ഒഴുകി പോകുന്നതോടുകൂടി തന്നെ കാഠിന്യമേറിയ ശിലാപാളികൾ എന്ത് ചെയ്യും, അവിടെ അനാവരണം ചെയ്യും, അല്ലെങ്കിൽ പുറത്തു വരും. കാഠിന്യമേറിയ ശിലാപാളികൾ രൂപപ്പെടും. കാലക്രമേണ കാഠിന്യമാർന്ന ഇത്തരം ശിലകളുടെ മുകൾ ഭാഗത്തിൽ വിള്ളലുകൾ രൂപീകരിക്കപ്പെടുന്നു. എങ്ങനെയാണ്? ഇവന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യും, വിള്ളലുകൾ എന്ത് ചെയ്യും, രൂപീകരിക്കും. തീർന്നേ? ഒന്നുകൂടെ പറയാം. കുഴികൾ എങ്ങനെ രൂപീകരിക്കുന്നു എന്ന് ചോദിച്ചാല്, നദി ഒഴുകുമ്പോൾ ആ ഒരു പാറക്കെട്ടിന് മുകളിലൂടെയാണ് ഒഴുകുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ പാറകൾ നിറഞ്ഞ ഒരു ഭൂരൂപത്തിന് മുകളിലൂടെയാണ് നദി ഒഴുകുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിലുള്ള മൃദുശിലകളെ ആരാദ്യം കൊണ്ടുപോകും, നദി ഒഴുകി കൊണ്ടുപോകും. രണ്ടാമതായിട്ട് കാഠിന്യമേറിയ ശിലകൾ അനാവരണം ചെയ്യും, അല്ലെങ്കിൽ കാഠിന്യമേറിയ ശിലകൾ എന്ത് ചെയ്യും, പൊങ്ങി വരും. ആ സമയത്ത് എന്ത് സംഭവിക്കും, നദി പിന്നെയും എന്താണ്, കാഠിന്യമേറിയ ശിലകളുടെ മുകളിലൂടെ വർഷങ്ങളോളം ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും, കാഠിന്യമേറിയ ശിലകളിൽ വിള്ളലുകൾ എന്ത് ചെയ്യും, രൂപീകരിക്കും. ഇത്രയും ഓക്കെയാണ്. ഈ വിള്ളലുകൾ രൂപീകരിക്കുന്ന ഭാഗത്ത് ചെറു പാറക്കല്ലുകളോ അല്ലെങ്കിൽ ചെറു കല്ലുകളോ എന്ത് ചെയ്യും, അടിയും. ഈ ചെറു കല്ലുകളോ അല്ലെങ്കിൽ ചെറു പാറക്കഷ്ണങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് എന്ത് ചെയ്യും, അടിയുകയും ഇതൊരു ഡ്രില്ല് പോലെ എന്ത് ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. ഇവനെന്താണ്, ഒരു ഡ്രില്ല് പോലെ ഈ പാറ കഷ്ണങ്ങൾ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അതാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്യും, ഈ ഒരു ഡ്രില്ല് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, ഈ കട്ടി കൂടിയ പാറയുടെ പാളി അല്ലെങ്കിൽ ഈ പറയുന്ന ശിലയുടെ പാളിനെ എന്ത് ചെയ്യും, ഇവൻ തുരന്നു തുടങ്ങും. ഇങ്ങനെ തുരന്നാണ് കുഴികൾ രൂപപ്പെടുന്നത്. മറന്നു പോകരുത്. അടുത്തതാണ് ഇന്റർലോക്ക് സ്പർസ്. എന്താണ് ഇന്റർലോക്ക് സ്പർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആലോചിക്കുക, ഒരു നദി ഒഴുകി വരുന്നു. എങ്ങനെയാണ് നദി ഒഴുകി വരുമ്പോഴേ നമ്മൾ പറഞ്ഞു അവൻ അയുവത്ത ഘട്ടമാണെങ്കിൽ വീരൂപ താഴ്വരകൾ അവൻ നിർമ്മിക്കും. എന്നാല് നദി വീരൂപ താഴ്വരകൾ നിർമ്മിക്കുന്ന സമയത്ത് ആ നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകിയാണ് വീരൂപ താഴ്വരകൾ നിർമ്മിക്കുന്നത് എന്ന് കരുതുക. എങ്ങനെയാണ് ഒന്നുകൂടെ പറയാൻ സുഹൃത്തുക്കൾക്ക് ശ്രദ്ധിച്ചിരുന്നോളെ. നദി ഒഴുകിക്കഴിഞ്ഞാൽ, യുവത്വ ഘട്ടത്തിൽ ഒരു നദി ഒഴുകിക്കഴിഞ്ഞാൽ വീരൂപ താഴ്വരകൾ രൂപീകരിക്കും, പക്ക. എന്നാല് ആ സമയത്ത് നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു, ഒരു മിയാൻഡർ രൂപത്തിൽ എന്താണ് നദി ഒഴുകുന്നു എന്ന് കരുതുക. വളഞ്ഞു പുളഞ്ഞ് ഒഴുകിക്കഴിഞ്ഞാൽ ഓർക്കുക, ആ നദിക്ക് എന്ത് സംഭവിക്കും, ഇവിടെ നദി എന്ത് ചെയ്യും, വളഞ്ഞു പുളഞ്ഞ്, ഇതാ നോക്കുക ചിത്രത്തിൽ നമ്മൾ വരച്ചതുപോലെ നദി വളഞ്ഞു പുളഞ്ഞ് എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകും. ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്, ഇവിടെ ഇരു സൈഡിലും എന്താണ് കണ്ടോ, നമ്മൾ ഈ താഴ്വരകൾ എന്ത് ചെയ്യും, രൂപീകരിക്കും. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ്, ഇങ്ങനെ താഴ്വരകൾ എന്ത് ചെയ്യും, കൂർത്ത അഗ്രത്തോട് കൂടിയ താഴ്വരകൾ എന്ത് ചെയ്യും, രൂപീകരിക്കും. ഈ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ്, ഈ ഒരു താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് ഇന്റർലോക്ക് സ്പർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു നദിയില് ഇന്റർലോക്ക് സ്പർസുകൾ എവിടെ രൂപീകരിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ യുവത്വ ഘട്ടത്തിലാണ് രൂപീകരിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് പ്ലഞ്ച് പൂള്. എന്താണ് പ്ലഞ്ച് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്ലഞ്ച് പൂളുകൾ രൂപപ്പെടുന്നത് എപ്പോഴും വെള്ളച്ചാട്ടങ്ങളിലാണ്. ഓർത്തു വെച്ചേക്കുക, എവിടെയാണ്, വെള്ളച്ചാട്ടത്തിലാണ് പ്രധാനമായിട്ടും എന്തുണ്ടാകുന്നത്, പ്ലഞ്ച് പൂള് ഉണ്ടാകുന്നത്. വെള്ളച്ചാട്ടം കൂടുതലായിട്ടും എവിടെയാണ് ഉണ്ടാകുന്നത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെയാ ഉണ്ടാകുന്നത്, ശിലാരൂപീകൃതമായിട്ടുള്ള പ്രദേശത്തായിരിക്കും എന്തുണ്ടാകുന്നത്, വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. നദി എന്ത് ചെയ്യും, ഉയരം കൂടിയ പാറക്കെട്ടുകളിൽ നിന്നും അതിശക്തമായ എന്ത് ചെയ്യും, താഴേക്ക് പതിക്കുന്നതിനാണ് നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ നദി താഴേക്ക് പതിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാല്, നദി താഴെ എത്തുന്നത് വളരെ വേഗതയിലായിരിക്കും, അല്ലെ, അവന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. നദിയുടെ വേഗത വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, നദി നേരെ താഴേക്ക് പതിക്കുന്നതോടുകൂടി അവിടെയുള്ള കട്ടി കുറഞ്ഞ ശിലാപാളികൾ ഇളകി അങ്ങ് പോകും. ആദ്യം ആ ശിലാപാളികൾ ഇളകിപ്പോയതിന് ഫലമായിട്ട് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞതുപോലെ കട്ടി കൂടിയ ശിലാപാളികൾ എന്ത് ചെയ്യും, അനാവരണം ചെയ്യപ്പെടും. ഈ കട്ടി കൂടിയ ശിലാപാളികളിൽ ശക്തമായ രീതിയിൽ ജലം വീണ് വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്തായിട്ട് മാറും, അവിടെ ഒരു വിടവ് എന്ത് ചെയ്യും, രൂപീകരിക്കുകയും വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയായിട്ടായിരിക്കും ഇത്തരം വിടവുകൾ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. ഇവിടെ വെള്ളം ഒരു പൂള് പോലെ എന്ത് ചെയ്യും, കെട്ടിക്കിടക്കും. അപ്പൊ എന്ത് ചെയ്യും, നദി നേരെ ഒഴുകി താഴേക്ക് പതിച്ച് ഇവിടെ വന്നവൻ എന്ത് ചെയ്യും, നദി ഒന്ന് കറങ്ങും. അതാ ഈ ഫോട്ടോയിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, നദി എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് കറങ്ങും. അവിടെ നിന്ന് വീണിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വാട്ടർഫാൾസിൽ കുളിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എവിടെയെന്ന് ചോദിച്ചാല് ഈ പ്ലഞ്ച് പൂളിനകത്ത് വീണിട്ടാണ് കേട്ടോ.
അടുത്തതാണ് റാപ്പിഡ്. എന്താണ് റാപ്പിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന നദികൾ ഫോട്ടോസ് അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പോയിന്റ് മനസ്സിലാവും. അവിടുത്തെ നദികൾ വേഗത വളരെ കൂടുതലായിരിക്കും. അവിടെയുള്ള നദികൾക്ക് എന്താണ് വേഗത വളരെ കൂടുതലായിരിക്കും. എന്നാൽ അവയ്ക്ക് ആഴം എന്താണ് വളരെ കുറവായിരിക്കും. അല്ലെ, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ മുട്ടിന്റെ അതുവരെയൊക്കെ വെള്ളം കാണുള്ളൂ, പക്ഷെ വെള്ളത്തിന് അതിശക്തമായ വേഗതയായിരിക്കും ജലത്തിന്. നദിയുടെ ഈ ഒരു പ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ നദിയുടെ ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് റാപ്പിഡ്. എന്താണ് ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്രാനൈറ്റ് ശിലകളുടെ മുകളിലൂടെ നദികൾ ഒഴുകുന്ന സമയത്ത് ആ ഗ്രാനൈറ്റ് ശിലകളുടെ ചുറ്റുമുള്ള എന്താണ് ശിലാപാളികള് അടർന്നു പോയിട്ട് ഒരു ഗോളാകൃതി അല്ലെങ്കിൽ വൃത്താകൃതിയിൽ എന്താണ് ഗ്രാനൈറ്റ് ശില മാറുന്ന അവസ്ഥ അല്ലെങ്കിൽ ശിലകള് മാറുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ടോർ എന്ന് പറഞ്ഞു. ടോർ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ശിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് ഗ്രാനൈറ്റ് ശിലകളാണ് കേട്ടോ. ഇനി ഓർത്ത് വെച്ചേക്കുക. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് നദിയുടെ മധ്യഘട്ടത്തെ പറ്റി. മധ്യഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നദി യൂരൂപ താഴ്വരകൾ നിർമ്മിക്കുന്നു. ഇതാണ് നമുക്ക് തെറ്റണത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വീരൂപം എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക നദി എന്തിനകത്ത് കിടക്കുന്നു, ഒരു കനാലിനകത്ത് കിടക്കുന്നെന്ന് ആലോചിക്കുക. വീരൂപം എവിടെയാണ്? യുവത്വഘട്ടത്തിലാണ് വീരൂപം, മറക്കരുത്. എന്നാൽ യൂരൂപ താഴ്വരകൾ എപ്പോഴെന്ന് ചോദിച്ചാൽ അത് മധ്യഘട്ടത്തിലാണ്. എവിടെയാണ്? മധ്യഘട്ടത്തിലാണ് എന്നെന്ത് ചെയ്യുക, ആലോചിച്ച് വെച്ചേക്കുക. വീരൂപ താഴ്വരകള് യുവത്വഘട്ടത്തില്, യുരൂപ താഴ്വരകള് മധ്യഘട്ടത്തില്. നമുക്ക് നോക്കാതെ അത് എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു വീരൂപ താഴ്വരയായിട്ട് നദി നല്ല ശക്തമായിട്ട് യുവ നദി അല്ലെ, പുതിയ നദി അല്ലെങ്കിൽ എന്താണ്ട് യുവത്വഘട്ടത്തിൽ അവന്റെ ശക്തി മുഴുവൻ എടുത്ത് അവൻ ഒഴുകി നേരെ വന്ന് കയറുന്നത് മധ്യഘട്ടത്തിലേക്കാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സമതല പ്രദേശത്തേക്ക് നദി എന്ത് ചെയ്യും? കയറും. സമതല പ്രദേശത്ത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാല് ഈ നദിയുടെ അടിയൊഴുക്ക് കുറയുന്നു. ആദ്യം പഠിക്കേണ്ട പോയിന്റ് ആണ്. സമതല പ്രദേശത്ത് കയറുന്ന നദിയുടെ എന്താണ് അടിയൊഴുക്ക് കുറയുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം നദിയുടെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ യുവത്വഘട്ടത്തിൽ നിന്ന് മധ്യഘട്ടത്തിലെത്തുന്ന നദിയുടെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്നാൽ വാർദ്ധക്യഘട്ടത്തിന്റെ അത്രയും കുറയുന്നില്ല. എന്നാൽ യുവത്വഘട്ടത്തിന്റെ അത്രയും വേഗത ആർക്ക് കൈവരിക്കാൻ പറ്റൂല? നദിക്ക് കൈവരിക്കാൻ പറ്റൂല. നദിയുടെ വേഗത കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ സുഹൃത്തുക്കൾ എല്ലാവരും ചിന്തിക്കുക നദിയുടെ എന്താണ് അടിയൊഴുക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. നദിയുടെ അടിയൊഴുക്ക് കുറയുന്നതോടുകൂടി ചിത്രത്തിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിലേക്ക് നോക്കിക്കൊള്ളുക സുഹൃത്തുക്കള്. ഈ നദിയുടെ ഒഴുക്ക് എന്ത് ചെയ്യോടെ കുറയും. കുറയുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് നദിയുടെ അടിയൊഴുക്ക് കുറയുന്നതോടുകൂടി അടിഭാഗത്തെ അല്ലെങ്കിൽ താഴ്ഭാഗത്തെ എന്താണ് അപരദന പ്രക്രിയ എന്ത് ചെയ്യും? കുറയും. താഴ്ഭാഗത്തുള്ള അപരദന പ്രക്രിയ എന്ത് ചെയ്യും? കുറയുകയും ആ അപരദന പ്രക്രിയ എങ്ങോട്ടേക്ക് മാറും? വശങ്ങളിലേക്ക് മാറുകയും ചെയ്യും. എങ്ങോട്ട് മാറൂടെ? വശങ്ങളിലേക്ക് എന്ത് ചെയ്യും? മാറുകയും ചെയ്യും. അല്ലെങ്കിൽ നദിയുടെ മേൽഭാഗത്തുള്ള ഒഴുക്കിലായിരിക്കും പിന്നെ കൂടുതലായിട്ട് എന്ത് സംഭവിക്കുന്നത്? അപരദന പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് അതുവരെ വീരൂപ താഴ്വരകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നദികൾ പിന്നെ എന്തിലേക്ക് മാറും? യൂരൂപ താഴ്വരകളിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. കാരണം എന്താണ്? സൈഡുകളിൽ പാർശ്വ അപരദനം എന്ന് നമ്മൾ പറയുന്ന പ്രക്രിയ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ മധ്യഘട്ടത്തില്. അപ്പൊ നദിയിൽ പാർശ്വ അപരദനം നടക്കുന്ന ഘട്ടം എന്ന് ചോദിച്ചാൽ മധ്യഘട്ടം. അതുകൊണ്ട് അവന്റെ വി ഷേപ്പ് എന്തായിട്ട് മാറോടെ? യു ഷേപ്പ് ആയിട്ട് മാറും. കാരണം എന്താണ്? അടിയിൽ എന്ത് കുറവാണ്? അപരദന പ്രക്രിയ കുറവാണ്, വശങ്ങളിൽ അപരദന പ്രക്രിയ കൂടുതലാണ്. അതുകൊണ്ട് എന്തായിട്ട് മാറും? അത് വി ഷേപ്പിൽ നിന്ന് എന്തായിട്ട് മാറും? യു ഷേപ്പിലേക്ക് മാറും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണ് യൂരൂപ താഴ്വരകൾ ഉണ്ടാകുന്നത്. അപ്പൊ യൂരൂപ താഴ്വരകൾ ഉണ്ടാകുന്ന നദിയുടെ മധ്യഘട്ടത്തിൽ. നദിയുടെ വേഗത യുവത്വ നദിയേക്കാൾ കുറവും, എന്നാൽ വാർദ്ധക്യ നദിയേക്കാൾ എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഇവയ്ക്ക് വലിപ്പം കൂടിയ അവശിഷ്ടങ്ങളെയും കളിമണ്ണിനെയും നീക്കുവാൻ കഴിയും. ഓർക്കുക, ഇവയ്ക്ക് വലിപ്പം കൂടിയ അവശിഷ്ടങ്ങളെയും കളിമണ്ണിനെയും എന്ത് ചെയ്യും? നീക്കുവാൻ കഴിയും. സാധാരണഗതിയിൽ വലിയ പാറ കഷ്ണങ്ങൾ ഇവയ്ക്ക് നീക്കുവാൻ കഴിയില്ല. വെള്ളപ്പൊക്ക സമയങ്ങളിൽ മാത്രമാണ് ഇവയ്ക്ക് ഈ ഉണ്ടാകാറുള്ളൂ. അപ്പൊ എന്താണ്? പാറക്കെട്ടുകൾ സാധാരണയായി നദിയുടെ പാർശ്വങ്ങളിൽ കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? പാറക്കെട്ടുകൾ പ്രധാനമായിട്ടും നദിയുടെ പാർശ്വഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. നദിയുടെ ഇരുകരകളിലും പുൽമേടോട് കൂടിയ വെള്ളപ്പൊക്ക സമതലങ്ങൾ കാണപ്പെടുന്നു. എന്താണ്? സമതലം കാണപ്പെടുന്നു. ഓർക്കുക, നദിയുടെ ഇരുകരകളിലും പുൽമേടുകളോട് കൂടിയ എന്താണ്? വെള്ളപ്പൊക്ക സമതലങ്ങൾ കാണപ്പെടുന്നു. അതെന്താണ് ഈ പുൽമേടുകളോട് കൂടിയ വെള്ളപ്പൊക്ക സമതലങ്ങൾ കാണപ്പെടുന്നത് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ എന്ത് സംഭവിക്കും? വെള്ളപ്പൊക്കം ഉണ്ടാവും.
അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? പുൽമേടുകളോടുകൂടിയ വെള്ളപ്പൊക്ക സമതലങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ കാര്യം. വാർദ്ധക്യ നദികളെ പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ശീലം നന്നേ കുറവാണ്. എന്താണ്? വാർദ്ധക്യ നദികളെ പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന സ്വഭാവം അല്ലെങ്കിൽ മിയാൻഡർ സ്വഭാവം ആർക്കില്ല? മധ്യഘട്ട നദികൾക്കില്ല. അവ വളരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നു? ഒഴുകുന്നത്. മണ്ണൊലിപ്പ് കാണപ്പെടുന്നതിനോടൊപ്പം തന്നെ അവശിഷ്ടങ്ങളുടെ നിക്ഷേപവും നടക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. മണ്ണൊലിപ്പ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നതിനോടൊപ്പം തന്നെ അവശിഷ്ടങ്ങളുടെ നിക്ഷേപവും എന്ത് ചെയ്യുന്നു? നടക്കുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ എന്താണ് എക്കൽ നിക്ഷേപം കാണുന്നതിന് കാരണം ചോദിച്ചാല് ഗംഗാ നദി എന്ത് ചെയ്യുന്നു? സമതല പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യും? നിക്ഷേപങ്ങളെല്ലാം ഇരുകരകളിലേക്ക് വിട്ടിട്ട് നദി എന്ത് ചെയ്യും? ഒലിച്ചു പോകും. പക്ഷെ അവിടെ മണ്ണൊലിപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ നിക്ഷേപങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് എക്കൽ സമതലങ്ങളായിട്ട് എന്ത് ചെയ്യും? മാറ്റപ്പെടും. മറന്നു പോകരുത് ഇമ്പോർട്ടന്റ് പോയിന്റ്. യുവത്ത് നദിയേക്കാൾ കൂടുതൽ ജലം വഹിക്കുന്നത് മധ്യഘട്ട നദികളാണ്. യുവത്ത് നദിയേക്കാൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? ജലം വഹിക്കുന്നത് മധ്യഘട്ട നദികളാണ്. അതുകൊണ്ട് തന്നെ നദിക്ക് കൂടുതൽ അവസാദത്തെ വഹിച്ചുകൊണ്ട് പോകുവാൻ കഴിയും. കൂടുതൽ അവസാദത്തിന് എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? വഹിച്ചുകൊണ്ട് അങ്ങ് പോകും. കാരണം അത്രയ്ക്ക് ജലം എന്താണ് ആ സമയത്ത് ഈ നദിയിൽ എന്ത് ചെയ്യും? വന്നു ചേരുവാനുള്ള കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രിബ്യൂട്ടറീസ് ഒക്കെ കാരണം നല്ല രീതിക്ക് ജലം എന്ത് ചെയ്യും? ഈ മധ്യകാലഘട്ടത്തിൽ എന്ത് ചെയ്യും? നദിയിലേക്ക് വന്നു ചേരുകയും അവസാദത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അവശിഷ്ടത്തെ നദിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വലിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കേണ്ടതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, നദിയുടെ വാർദ്ധക്യഘട്ടം. മറന്നു പോകരുത്, നദിയുടെ വാർദ്ധക്യഘട്ടം. നദിക്ക് വേഗത ഏറ്റവും കുറയുന്ന ഘട്ടം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നദിക്ക് വേഗത ഏറ്റവും കുറയുന്ന ഘട്ടം എന്ന് ചോദിച്ചാൽ അത് വാർദ്ധക്യഘട്ടം. ഈ ഘട്ടത്തിൽ നദി വളരെ ആഴം കുറഞ്ഞതും ചരിവ് കൂടിയ പ്രദേശത്തിലൂടെയും കടന്നു പോകുന്നു. എന്താ പറഞ്ഞത്? ഈ ഘട്ടത്തില് നദി വളരെ ആഴം കുറഞ്ഞതും, ആഴം കുറവായിരിക്കും എന്നാൽ ചരിവോടുകൂടിയ പ്രദേശത്തൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ആഴം കുറഞ്ഞതും എന്നാൽ വീതിയേറിയതുമായ യൂരൂപ താഴ്വരകൾ രൂപീകരിക്കുന്നു. ഇവിടെ യൂരൂപ താഴ്വരകൾ രൂപീകരിക്കുന്നെങ്കിലും അവയ്ക്ക് വീതി എന്താണ്? വളരെ കൂടുതലായിരിക്കും. ആഴം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതിന് കാരണം എന്താണ്? വാർദ്ധക്യഘട്ടം എത്തുന്നതോടുകൂടി നദിയുടെ എന്താണ്? വേഗത നന്നേ കുറയുന്നു. അതോടുകൂടി അടിയൊഴുക്കും എന്ത് ചെയ്യുന്നു? നദിയുടെ നന്നേ കുറയുന്നു. യുവത്വ നദിയെ കമ്പയർ ചെയ്തിടത്തോളം വളരെ എന്താണ്? കുറവായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു, അടിയൊഴുക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും? മുകൾ ഭാഗത്തുള്ളതിൽ എന്ത് സംഭവിക്കും? അപരദനം സംഭവിക്കും. മുകൾ ഭാഗത്തെ നദിയുടെ പാളിക്ക് അപരദനം കൂടുതലായി ചെയ്യാൻ കഴിയുന്നു. ഇതിനെ നമ്മൾ പാർശ്വ അപരദനം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പാർശ്വ അപരദനം മാക്സിമം ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള യൂരൂപ താഴ്വരകൾ അതിവിശാലമായിരിക്കും. എന്നാൽ അവയ്ക്ക് എന്താണ്? ആഴം വളരെ എന്തായിരിക്കും? കുറവ്. വീതി എന്താണ്? കൂടിയതും എന്നാൽ എന്താണ്? ആഴം വളരെ കുറവുമായിരിക്കും. ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടെ പറയാം. യുവത്വഘട്ടത്തില് നദി വീരൂപ താഴ്വരകൾ രൂപീകരിക്കുന്നു. മധ്യഘട്ടത്തില് യൂരൂപ താഴ്വരകൾ നിർമ്മിക്കുന്നു. വേഗത കുറഞ്ഞു വന്നതോടുകൂടി എന്താണ്? ചെറിയ അവസാദങ്ങളെ മാത്രമേ നദിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊണ്ടുപോകുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നദി കൂടുതലായി ചെളി നിറഞ്ഞ രൂപത്തിൽ കാണപ്പെടുന്നു. നദിക്ക് ചുറ്റുമുള്ള പൊതു ഭൂപ്രകൃതി പരന്നതും കുത്തനെ ചരിവ് ഇല്ലാത്തതുമായിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. നദിക്ക് ചുറ്റുമുള്ള പൊതു ഭൂപ്രകൃതി എന്തായിരിക്കും? പരന്നതും കുത്തനെ ചരിവില്ലാത്തതുമായിരിക്കും വാർദ്ധക്യഘട്ടത്തിൽ. കാരണം എന്താണ്? നദി എവിടത്തേക്ക് എത്തി? നമ്മുടെ പതനസ്ഥാനത്തേക്ക് എത്തി. കുന്നുകൾ സാധാരണയായി നദിയിൽ നിന്നും അകലെയായി കാണപ്പെടുന്നു. കാരണം യുവത്വഘട്ടത്തിലാണ് കുന്നുകൾ വരുന്നത്. മധ്യഘട്ടത്തിന്റെ ആരംഭത്തോടുകൂടി കുന്നുകൾ എന്ത് ചെയ്യും? ഇരു സൈഡിലേക്കും എന്ത് ചെയ്യും? മാറ്റപ്പെടും. വാർദ്ധക്യഘട്ടം എത്തുമ്പോഴത്തേക്കും നദിയിൽ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തൊന്നും കുന്നുകൾ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഓർക്കുക. നദിയോട് ചേർന്ന് വിശാലമായ വെള്ളപ്പൊക്ക സമതലങ്ങൾ കാണപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. വാർദ്ധക്യഘട്ടത്തിൽ നദി രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ടതാണ് ഓക്സ്ബോ തടാകങ്ങൾ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. എന്താണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നദി ഇങ്ങനെ ഒഴുകി വരികയാണ്, അല്ലെങ്കിൽ മിയാൻഡറുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നദി ഒഴുകി വരികയാണെന്ന് കരുതുക. ഓക്കെ, നദി ഒഴുകി വരുവാണേ, സെറ്റാണേ. എന്നാല് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നദി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് ഈ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ച് നദി എന്ത് ചെയ്യും? നേരെ ആ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്യും? നേരെ കയറും. നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വെള്ളപ്പൊക്കം എന്ത് ചെയ്തത്? ഉണ്ടായത്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വളഞ്ഞു പുളഞ്ഞ് ഒഴുകിയത് ഏതെങ്കിലും ഒരു വളവിൽ നിന്ന് നദി എന്ത് ചെയ്യും? ഷോർട്ട് കട്ട് എടുക്കും.
ഇങ്ങനെ ഷോർട്ട് കട്ട് എടുക്കുന്നതോടുകൂടി നേരത്തെ നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകിയല്ലോ, ആ പ്രദേശത്ത് എന്ത് ചെയ്യും? ജലം കെട്ടിക്കിടക്കും. ജലം എന്തിയോടെ കെട്ടിക്കിടക്കും. ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്സ്ബോ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. വാർദ്ധക്യഘട്ടത്തിലൊക്കെ എത്തുന്നതോടുകൂടി നദികളുടെ വേഗത കുറയുകയും നദി വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യും. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികള് വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് നേർരേഖയിൽ ഒഴുകുവാൻ ശ്രമിക്കും. നദി എന്ത് ചെയ്യും? നേർരേഖയിൽ എന്ത് ചെയ്യും? ഒഴുകുവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നദി നേർരേഖയിൽ ഒഴുകും. ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ആ വളഞ്ഞു പുളഞ്ഞൊഴുകിയ ആ പ്രദേശത്തുള്ള ജലം എന്ത് ചെയ്യും? അവിടെ കെട്ടിക്കിടക്കും. അതായത് നദിയിൽ നിന്ന് ജലം ആ പ്രദേശത്തേക്ക് കയറുകയും കൃത്യമായിട്ട് ആ പ്രദേശത്ത് നിന്ന് ജലം എന്ത് ചെയ്യും? നദിയിലേക്ക് വീണ്ടും ഒഴുകുകയും ചെയ്യും. അതോടുകൂടി അവിടെ എന്താണ്? ഒരു തടാകം എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. പ്രകൃതിദത്ത തടാകം രൂപപ്പെടുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഓക്സ്ബോ തടാകം. മറന്നുപോലെ സുഹൃത്തുക്കളെ, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്സ്ബോ തടാകം എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തലയാണ് കേട്ടോ, മറക്കരുത്. ഏതാണ്? വൈന്തല തടാകം. മറന്നു പോകരുത്. വൈന്തല തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലാണ്. എവിടെ? തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയാണ് വൈന്തല തടാകം രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, അത് ചാലക്കുടി പുഴയാണ്. ആരാണ്? ചാലക്കുടി പുഴയാണ്. ഓർത്തു വെച്ചേക്കുക. ചാലക്കുടി പുഴ നിർമ്മിക്കുന്ന ഓക്സ്ബോ തടാകം എന്ന് ചോദിച്ചാൽ അത് വൈന്തല തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ എല്ലാവരും ഓർത്തു വെച്ചിരിക്കുക, കൻവാർ തടാകമാണ്. ബീഹാർ സ്ഥിതി ചെയ്യുന്ന കൻവാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. എങ്ങനെയുള്ളത്? പ്രകൃതിദത്തമായ ഓക്സ്ബോ തടാകം. രണ്ടെണ്ണമാണ് ഇന്ത്യയിലുള്ളത്. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളണം. ഒരെണ്ണം വൈന്തലയും അതുപോലെ തന്നെ എന്താണ്? കൻവാറും പഠിച്ചു വെക്കുക. വൈന്തല തടാകം നമ്മൾ കണ്ടെത്തിയത് 1998 കേട്ടോ, മറന്നു പോകരുത്. 1998 നമ്മൾ എന്ത് ചെയ്തത്? കണ്ടെത്തിയത്. ഏകദേശം 2 കിലോമീറ്ററോളം ഇവൻ എന്തുണ്ട്? വിസ്തൃതിയുണ്ട്. ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം 200 മീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തതായി പഠിക്കാനുള്ളതാണ് ലെവീസ് നിക്ഷേപം. എന്താണ് ലെവീസ് നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂവിയൽ സോയിലിന്റെ നേർത്ത വരമ്പുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലെവിസ് എന്ന് പറയുന്നത്. അതായത് നദി എന്താണ്? അതിന്റെ അവസാന ഘട്ടത്തില് നദി ചെന്ന് എത്തി കടലിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ എവിടെ ചെന്ന് എത്തിച്ചേരോടെ? മറ്റൊരു കായലിലേക്കോ മറ്റൊരു നദിയിലേക്കോ എത്തിച്ചേരുന്നു എന്ന് കരുതുക. ആ ഒരു സമയത്ത് നിർമ്മിക്കപ്പെടുന്ന അലൂവിയൽ സോയിലിന്റെ എന്താണ്? നേർത്ത എന്തുണ്ടാക്കൂടെ യവന്മാര്? വരമ്പുകൾ എന്ത് ചെയ്യും? സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും നദി എന്ത് ചെയ്യുന്നത്? ചെന്ന് പ്രവേശിക്കുന്നത്. ഇത്തരം വരമ്പുകളെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലെവീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡെൽറ്റ നിക്ഷേപം അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ് ഡെൽറ്റ നിക്ഷേപം. എന്താണ് ഡെൽറ്റ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നദി കടലിലോ തടാകത്തിലോ പ്രവേശിക്കുമ്പോൾ രൂപപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡെൽറ്റകള്. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പഠിക്കുക. എന്താണ് ഡെൽറ്റ എന്ന് ചോദിച്ചാല് നദി സമുദ്രത്തിലേക്കോ അല്ലെങ്കിൽ തടാകത്തിലേക്കോ എന്താണ് പ്രവേശിക്കുന്ന സമയത്ത് നദി രൂപീകരിക്കുന്ന ത്രികോണ മാതൃകയിലുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ നിക്ഷേപം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം എവിടെയാണ്? സുന്ദർബൻസ് അല്ലെ. എന്താണ്? സുന്ദർബൻസ്. സുന്ദർബൻസ് ഡെൽറ്റ നിർമ്മിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മറന്നു പോകരുത്. ഗംഗ, അതുപോലെ ആരാടെ? ബ്രഹ്മപുത്ര, അതുപോലെ PSC ചോദിച്ചിട്ടുണ്ട് ആരാണ്? മേഘ്ന. ആരാണ്? മേഘ്ന. ഇങ്ങനെ 3 നദികൾ ചേർന്നാണ് എന്ത് നിർമ്മിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സുന്ദർബൻ ഡെൽറ്റ നിർമ്മിക്കുന്നത്. മറന്നുപോകരുത് നദികളുടെ പേര്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇതിനകത്തൂടെ തന്നെ പറഞ്ഞത് ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ ചേർന്നാണ് എന്ത് നിർമ്മിക്കുന്നത്? സുന്ദർബൻ ഡെൽറ്റ നിർമ്മിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് ചോദിച്ചാൽ സുന്ദർബൻ ഡെൽറ്റയാണ്. മറക്കാതിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മറന്നു പോകരുത്. ഒന്നുകൂടെ ലാസ്റ്റ് പറയാണ്, വാർദ്ധക്യഘട്ടത്തിൽ നദി രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ, ഡെൽറ്റ നിക്ഷേപം, അതുപോലെ ലെവീസ് നിക്ഷേപം. ഇത് 3 നന്നായിട്ട് സുഹൃത്തുക്കൾ പഠിച്ചിരിക്കണം, മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.